ഹലോ ഗൈസ്, നമ്മളെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാണിയംകുളം ചതയിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലേക്കാട്ടാ. അങ്ങനെ പോണ പോക്കിൽ ഷൊർണൂരും ചെറുതുരുത്തി വള്ളത്തോൾ നഗറിലെത്തിയപ്പോഴാണ് ഈ പാലം ഞാൻ കണ്ടത്. എന്തല്ലേ വല്ലാത്തൊരവസ്ഥ. ഈ പാലത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കറിയുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പാലത്തിന്റെ പേരാണ് ഓൾഡ് കൊച്ചിൻ പാലം. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ന്യൂ കൊച്ചിൻ പാലം. 1900 കാലഘട്ടത്തിലാണ് ഈ പാലത്തിന്റെ പണി നടക്കുന്നത്. 1902-16 ഈ പാലത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഈ പാലാരം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അറിയണ്ടേ? കൊച്ചി രാജാവായ രാമവർമ്മ 15-ാമനാണ്. അന്നത്തെ കാലത്ത് 84 ലക്ഷം രൂപ മുടക്കിയാണ് ഈ പാലം ഉണ്ടാക്കുക. ഈ പാലം ഉണ്ടാക്കാൻ വേണ്ടി അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മൂപ്പരി കാര്യം പറഞ്ഞപ്പോൾ ഓല് പറഞ്ഞു, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോളി, നമ്മുടെ അടുത്ത് പൈസ ഇല്ലാന്ന്. അന്നത്തെ കാലത്ത് മൂപ്പരടുത്ത് ഫണ്ട് തേക്കാൻ വന്നപ്പോൾ ആനന്റെ 14 നെറ്റിപ്പട്ടം വിറ്റിക്കാണ്ടാണ് ഇത് ഉണ്ടാക്കിയെന്നും പറയും. അതിനെ ചൊല്ലി രാജാവിന് ഒരുപാട് നെഗറ്റീവ് സ്പ്രെഡ് ആയെന്നും പറയപ്പെടും. അങ്ങനെയൊക്കെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേൽനോട്ടത്തിൽ മദ്രാസ് റെയിൽവേ കമ്പനി ഈ പാലത്തിന്റെ പണി പൂർത്തീകരിക്കുന്നത്. കാലങ്ങൾക്ക് പുറം ഓൾഡ് കൊച്ചിൻ പാലത്തിന്റെ ബലക്ഷയം മനസ്സിലാക്കി 2003 ന്യൂ കൊച്ചിൻ പാലം നിർമ്മിച്ചു. അങ്ങനെ 2011 ആ ഒരു ദിവസം ഓൾഡ് കൊച്ചിൻ പാലത്തിന്റെ സെന്ററത്തെ ഫില്ലറാണ് തകർന്നു പോകും. പിന്നെ പറയണ്ടല്ലോ, പാലം തകർന്നു. അങ്ങനെ ഒരു തൃശ്ശൂർ പൂരം കാണാൻ വന്ന 2 യുവാക്കൾ പാലം മാറി കയറി പാലത്തിൽ നിന്നും അപകടം സംഭവിച്ചു മരണപ്പെട്ടു. അതിനുശേഷം ഈ പാലം ഇവിടെ അടച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഇന്നും എയറിലുണ്ട്. അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളി. പിന്നെ ഈ പാലത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എൻട്രൻസിൽ ഡോക്ടർ ഉപയോഗിച്ച ലോറിയും അതിന്റെ എഞ്ചിനൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഇവിടെ ശൗചാലയം നിർബന്ധമാണ്. കാരണം മനുഷ്യ വിസർജ്ജമാണ് ഇവിടെ ആകെ. ഇനി ഈ വീഡിയോ കണ്ട് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇങ്ങടെ വിസിറ്റിംഗ് അലൗഡ് അല്ല. 100 വർഷം പഴക്കമുള്ള പാലത്തിന്റെ മധു മൂപ്പരെ നമുക്ക് പറഞ്ഞു തന്നു. ഇന്ത്യ വർത്താനം കേട്ട് അനു പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ മോരുമ്പള്ളം വാങ്ങി തരാന്ന്. അങ്ങനെ മോരുമ്പള്ളം വാങ്ങാൻ വേണ്ടി ഒരു ചേച്ചിന്റെ കടി കയറി. അനുവോട് നല്ല സർവത്തടി. ഒരു വെയിൽ കൊണ്ടോണ്ടാണോ എനർജി ഡ്രിങ്ക് ആയിട്ടാണോ അറിയില്ല, അനുവിന്റെ കണ്ണു മോറ് നിലയിലായി. അങ്ങനെ വളയിട്ട കൈകൾ നമുക്ക് മോരുവെള്ളം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇഞ്ചിട്ട് ചതച്ചു, മുളകിട്ട് ചതച്ചു, ആകെ ചതച്ചു. എന്നിട്ട് എടുത്ത് കാണും നേരെ കോരിക്കാണ്ട് നല്ല പ്ലേറ്റ്, സോറി പ്ലേറ്റിക്കല്ല ക്ലാസ്. അങ്ങനെ റെഡിയാക്കിയ റെസിപ്പിയിലേക്ക് കുറച്ച് മോരുമ്പള്ളം അതൊന്നും നൊരഞ്ഞു വന്നാൻ വേണ്ടിയിട്ട് അതിക്ക് സോഡ വെച്ചു. അപ്പൊ അങ്ങനെയാണ് മോര് സോഡ ഉണ്ടായത്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കുടിച്ചാതൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് കുടിച്ചാൻ തോന്നി. അങ്ങനെ ഞാൻ എടുത്ത് കാണും നല്ലൊരു കസാലയിൽ പോയിരുന്നു, നല്ല വീഡിയോ എടുത്ത് ഒരു മുറുക്ക് കുടിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ എന്റെ ചുറ്റുള്ള കിളികളൊക്കെ പറഞ്ഞു പോയി. കിളികൾ പറഞ്ഞു പോകാൻ കേട്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞു കണ്ടേ. മദർലാൻഡ് മസാല സോഡിനും കാട്ടിൽ പവർ ഉണ്ടോ എന്നൊരു സംശയം. അങ്ങനെ ബാക്കി വന്ന മോരുമ്പള്ളം കൂടി വലിച്ചു കുടിച്ച് ഞാൻ നേരെ വിട്ടു ചൊക്കനന്റെ മണി. അങ്ങനെ വിവാദമായ പാലിയേക്കര ടോൾ പ്ലാസയിലൂടെ പൈസ കൊടുക്കാതെ ബൈക്കുമായി പാസ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മളതേത്. അപ്പോൾ ഏറെക്കുറെ നാളെ കാണാം. ബൈ ബൈ.